ഞാൻ ക്യാപ്റ്റൻ ജോയ്. വേറിട്ട കാഴ്ചപ്പാടുകൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ ഈ സംരംഭം പുതിയതായിട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന്, കമൻറ്റുകൾ എഴുതുന്നതിനും മടി കാണിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. ഈ കണ്ടംപററി ഇഷ്യൂസ്, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അത് സാധാരണ വേറെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ, ഒരു വേറിട്ട കാഴ്ചപ്പാടുകളിലൂടെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ കണ്ടംപററി ഇഷ്യൂ നമ്മുടെ ദിവ്യ എസ് അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ അനുമോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതാണ്. എല്ലാവരും ഇന്ന് സംസാരിക്കുന്നതും ക്രിട്ടിസൈസ് ചെയ്യുന്നതും, ചിലർ അനുമോദിക്കുന്നു, ചിലർ ക്രിട്ടിസൈസ് ചെയ്യുന്നു. എന്നാൽ ഇന്ന് വരെ ചരിത്രത്തിൽ കേരളത്തിലെ ഒരു IAS ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ഒരു പാർട്ടിയെയും അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അനുമോദിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പോസ്റ്റ് ചെയ്തിട്ടില്ല, അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിഗൂഢമായിട്ട് തീർച്ചയായിട്ടും കാണും. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത് ഈ ദിവ്യ എസ് അയ്യരുടെ ഭർത്താവ് ഒരു രാഷ്ട്രീയക്കാരനാണെന്നുള്ളതാണ്, കോൺഗ്രസിൻ്റെ. പിന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പണമുണ്ടാക്കണം, അധികാരം, മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കണം. അതിനാണ് അധികാരം എന്ന് പറയുന്നത്. അത് പുരാതന ജന്മം ഉണ്ടായ കാലം മുതലേ ഉള്ളതാണ്. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത്. ആധിപത്യം ആദ്യം പണപരമായിട്ട് നോക്കും. ആ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയായി കഴിയുമ്പോഴാണ് അറിയുന്നത് അതിനേക്കാളും അധികാരമുള്ളത് ഉദ്യോഗസ്ഥർക്കാണ്. അപ്പം പിന്നെ ആ ഉദ്യോഗം നേടാൻ നോക്കും. അങ്ങനെയാണ് എല്ലാവരും, കൂടുതൽ ആൾക്കാർ എല്ലാവരും IASനും IPSനും സെൻട്രൽ സിവിൽ സർവീസിനും ട്രൈ ചെയ്യുന്നത് ഈ അധികാരമോഹം കൊണ്ടാണ്. അത് ഗ്ലാമർ, ജോലിക്കൊരു ഗ്ലാമറുണ്ട്, ശമ്പളമുണ്ട്, അതുകൂടാതെ അധികാരമുണ്ട്. അധികാരം എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളെല്ലാം അവരെ സമീപിക്കും ഓരോ കാര്യസാധ്യത്തിനായിട്ട്. അല്ലാതെ ഇപ്പോൾ ഒരു വെറുതെ ഒരു അധികാരം ഉണ്ടെന്നും പറഞ്ഞ ഒരു സ്ഥലത്തിരുന്നാൽ അതിന് വലിയ വിലയില്ല. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അധികാരം വീൽഡ് ചെയ്യുന്നത്. അതായത് പവർ നമ്മൾ അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഒരു വലിയ മുതലാളി, ഇപ്പോൾ ടാറ്റ ആണെങ്കിലും ബിർള ആണെങ്കിലും അഡാനി ആണെങ്കിലും അംബാനി ആണെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ സെക്രട്ടേറിയറ്റ് ചെല്ലുമ്പോൾ സെക്രട്ടറിയുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അതേ സ്ഥാനത്ത് ഒരു സെക്രട്ടറി അംബാനിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണെങ്കിൽ നേരിട്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പോയിൻമെൻറ്റ് അയാൾ ചോദിക്കുന്ന സമയത്ത് കിട്ടും, സെക്രട്ടറി IAS ഉദ്യോഗസ്ഥൻ. അപ്പോഴാണ് ഈ പണമുള്ളവർക്ക് മനസ്സിലാകുന്നത് പണമല്ല പ്രധാനം, അധികാരമാണെന്ന്. അങ്ങനെ നമ്മുടെ കേരളത്തിലെ സിവിൽ സർവീസിൽ നിന്ന് ആദ്യമായിട്ട് സിവിൽ സർവീസ് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ചേർന്നയാളാണ് S കൃഷ്ണകുമാർ. 10-30 വർഷം മുമ്പ് അദ്ദേഹം IAS ഉദ്യോഗം രാജിവെച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു. മത്സരത്തിൽ ജയിച്ച് മെമ്പർ ഓഫ് പാർലമെൻറ്റായി, പിന്നെ സെൻട്രൽ മിനിസ്റ്ററുമായി. അധികാരത്തിൽ കയറിക്കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ രാഷ്ട്രീയക്കാരാണ് വലിയ അധികാരികൾ. അതുവരെ വിചാരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് വലിയ. നമ്മൾ ഓരോ സിറ്റുവേഷനിൽ, ഓരോ സാഹചര്യത്തിലാണ് മനസ്സിലാക്കുന്നത് മറ്റുള്ളത് എന്താണ്. അപ്പോൾ ഉദ്യോഗത്തിൽ കയറിക്കഴിഞ്ഞ് IAS ആയിട്ട് കളക്ടറായിട്ടോ അല്ലെങ്കിൽ SP ആയിട്ടോ ഒക്കെ ഇരുന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അവരെക്കാൾ വലിയ പുള്ളികളാണ് രാഷ്ട്രീയക്കാർ. അവരെ നിയന്ത്രിക്കുന്നതൊക്കെ രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് വരാനുള്ള താല്പര്യം വരും. ഇപ്പോൾ ഇവിടെ ദിവ്യ എന്തെല്ലോ കണക്ക് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ പുകഴ്ത്തൽ, രാഷ്ട്രീയ നേതാവിനെ പുകഴ്ത്തി പറഞ്ഞത്. അല്ലാതെ ചുമ്മാ ഒരു ഓഫ് ദ കഫ് റിമാർക്കൊന്നുമല്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഈ ശബരിനാഥിനോട് ആൾക്കാർ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ മറ്റും ചോദിക്കുന്നത് ഒരു മീനിങ്ങും ഇല്ലാത്ത കാര്യമാണ്. ഈ ദിവ്യ എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥരുടെ ഹസ്ബൻഡ് ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആ ഹസ്ബൻഡിൻ്റെ അതേ രാഷ്ട്രീയ നിലപാട് ഭാര്യയ്ക്ക് ഉണ്ടാകണമെന്നില്ല.
പിന്നെ ഭാര്യ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് എന്താ അഭിപ്രായം പറയണമെന്ന് ഭാര്യയാണ് തീരുമാനിക്കുന്നത്, അല്ല ഭർത്താവല്ല. അപ്പോൾ ശബരിനാഥനോട് നീ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നില്ല, എന്ത് മീനിങ്ലെസ്, വാട്ട് എ stupid questions the parties are asking. ശബരിനാഥ് ഉത്തരം പറയണം. ഇത് ശബരിനാഥിൻ്റെ സ്ഥാനത്ത് ദിവ്യ അല്ലെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥയുടെ ഭർത്താവ് സാധാരണക്കാരനാണെങ്കിൽ ഇതേ ഒരു അഭിപ്രായം ആ ഉദ്യോഗസ്ഥ പറയുകയാണെങ്കിൽ ആരെങ്കിലും പോയി ഭർത്താവിനോട് ചോദിക്കുമോ? എന്ത് ചോദിക്കത്തില്ല. ശബരിനാഥ് ഒരു പാർട്ടിക്കാരനായതുകൊണ്ട് അവരുടെ പാർട്ടിയിലെ ലൈനിലല്ലാതെ വേറൊരു പാർട്ടിയുടെ ആളെപ്പറ്റി പറഞ്ഞതുകൊണ്ടുമാണ് ഈ ഭർത്താവിനോട് ചോദിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ആൻ ഇഡിയോട്ടിക് ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ് ടു ദ ഹസ്ബൻഡ് ഓഫ് എ ഓഫീസർ. അതിന് ഉത്തരവാദി പറഞ്ഞതിന് കംപ്ലീറ്റ് ഉത്തരവാദി ആ പറഞ്ഞ ഉദ്യോഗസ്ഥയാണ്. അവർ ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്താണെന്ന് അവരാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ, അല്ല ഭർത്താവല്ല. അപ്പോൾ ഇവിടെ മിക്കവാറും ഈ ദിവ്യ സയ്യർ രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ചേരാനുള്ള സർവ്വ സാധ്യതകളുണ്ട്. 99% CPM ചേരും. അടുത്ത കോർപ്പറേഷൻ ഇലക്ഷൻ വരുമ്പോൾ മത്സരിക്കും. തിരുവനന്തപുരത്ത് മേയറും ആവും. ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഇനി അടുത്ത പൊസിഷൻ അടുത്ത തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു MLA സ്ഥാനമായിരിക്കും. ദിവ്യ സയ്യർ ആയിരിക്കും അടുത്ത മേയർ. ഇനി അതിനു മുമ്പേ ചിലപ്പോൾ ചീഫ് മിനിസ്റ്ററിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി രാകേഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറിപ്പോയ രാകേഷ് ഇരുന്ന സ്ഥാനം ചിലപ്പോൾ ദിവ്യ അയ്യർക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റീസും ഉണ്ട്. ഏതായാലും ഇത് വെറുതെ പറഞ്ഞ ഒരു അഭിപ്രായമല്ല, ഇതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം തന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക് യു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ക്യാപ്റ്റൻ ജോയ്. താങ്ക് യു.